കാര്യം നമുക്കെല്ലാം കണ്ണിന്റെ മുമ്പിൽ സത്യം അറിയില്ലേ? രാഹുലിന് ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നു. അവർ കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു. പിന്നീട് ദൗർഭാഗ്യവശാൽ ബ്രേക്കപ്പ് ആയി. അവരുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് കോൺവെർസേഷനിലെ 2 കോൺവെർസേഷൻ എടുത്ത് അതിന്റെ മേലിൽ ഡയലോഗ് അടിക്കുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് സാർ? അവർക്ക് ഇഷ്ടമായിരുന്നു. താങ്കളും ഞാനും ഒന്നും ബ്രേക്കപ്പ് കണ്ടിട്ടില്ലേ? ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന ആൾക്കും പ്രണയവും പ്രണയ തകർച്ചയും കുടുംബ തകർച്ചയും സെപ്പറേഷനും ഡിവോഴ്സും ഒന്നും കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിലെ ശങ്കരാടി പറയുന്ന 35 വർഷം മുമ്പുള്ള സന്ദേശത്തിന്റെ അതേ ഡയലോഗ് ഒറ്റ വരി പറഞ്ഞു തീർക്കാം. INSPയിൽ കഴിവുള്ള 2 പേര് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്, ഷാഫിയും രാഹുലും. അവരെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ്. ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ പെടുത്തി ഗർഭ കേസിൽ പെടുത്തി അവരെ ഇല്ലാതാക്കണം. മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും, പ്രണയ തകർച്ച ഉണ്ടാവും. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്. അത് നമ്മൾ മാനിക്കണമെന്ന് ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാത്തത്? എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു. എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യം. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല. ഞങ്ങൾ ബ്രേക്കപ്പായി, ശരിയായി, ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാരിയിങ് ആയിരുന്നു. എന്നെന്താ പറയാത്തത്? ഇതാ ഈ ആൺകൂട്ടം ഉണ്ടല്ലോ, ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ ആൺകൂട്ടം അവരെ കൊത്തി വലിക്കുകയാണ്. അഭിസാരികമായ നാടകത്തിന് കൂട്ടുനിൽക്കരുത്. ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട്, രാഹുലെ, ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട് ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ കൂട്ടം അഭിസാരിക എന്ന് വിളിച്ച് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. ആര് പറഞ്ഞു? ഞാൻ 100 സ്ക്രീൻഷോട്ട്സ് തരാം. 100 സ്ക്രീൻഷോട്ട്സ് തരാം. ഒരാളൊന്നുമല്ല, ഇയാൾ ഈ മാന്യദേഹം വ്യക്തത വരുത്താത്തത് കൊണ്ട്, ഈ മാന്യദേഹം എന്താ ഈ മാന്യദേഹം അഡ്മിറ്റ് ചെയ്യാത്ത? രാഹുലെ, എന്റെ പ്രണയമായിരുന്നു, എന്റെ ശബ്ദമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാത്ത എന്താ ചെയ്യാത്ത? എനിക്ക് 1 മിനിറ്റ് തരണേ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ യാതൊരു സൗഹാർദ്ദവും ഇല്ല. ആലങ്കാരികമായി പറയുന്നതല്ല. ഞാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ ബില്ല്, എൽദോസ് കൊണ്ടുവന്ന ബില്ലിനെ എതിർക്കുകയും വരാതിരിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞങ്ങൾ തമ്മിൽ എന്നും ആശയപരമായ വ്യത്യാസമാണ്. എന്നെ വിഷമാണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയും കേരളത്തിൽ വിഷവുമാണെന്ന് വിളിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരം പോരാന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ. അത് വേറെ. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രണയവും പ്രണയ തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം എനിക്കുണ്ട്. ഇനി ഒറ്റ ചോദ്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10 ഇരട്ടി വലിയ നേതാവല്ലേ VD സതീശൻ? 10 ഇരട്ടി വലിയ നേതാവല്ലേ ശ്രീ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കിട്ടുന്നത്? നേരത്തെ പറഞ്ഞു, VD സതീശൻ ജി പറഞ്ഞു, കേരളം കടലിരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ലെന്ന്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കേരളം കടലിരമ്പി വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന എല്ലായിടത്തും താരമാകുന്നത്? രാഹുലിനെ മിടുക്ക് മാത്രമൊന്നുമല്ല, കേരളത്തിലെ ജനത അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ്. രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളിയുടെ നന്മയാണ്, ധാർമ്മിക ബോധമാണ്, സത്യസന്ധതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞല്ലോ, അതെന്റെ പേഴ്സണൽ പ്രശ്നവും എന്റെ പ്രണയവുമായിരുന്നു, അതെന്റെ പ്രണയമാണ്, എന്റെ പേഴ്സണൽ പ്രശ്നമാണ്, എന്റെ ശബ്ദമാണ് എന്ന്, അതെന്റെ സ്വാതന്ത്ര്യമാണ്. എന്താ ഇയാൾ പറയാത്തതെന്നാണ് ചോദിക്കുന്നത്? എന്താ ഇയാൾ പറയാത്തതെന്താണ്? പോപ്പുലാരിറ്റിയിൽ പകച്ചു പോവുകയാണ് പലരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരി, പോപ്പുലാരിറ്റി ആയിക്കോട്ടെ, ശരി, കുറെ ആണുങ്ങൾ. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ രാഹുലിന് എന്തുകൊണ്ട് ആണുങ്ങളാണോ തൻവീർ റാം, ആണുങ്ങളാണോ ശ്രീനാദേവി, ആണുങ്ങളാണോ ഐഷ പോറ്റി, ആണുങ്ങളാണോ സീമാജി നായർ? ഇവരൊക്കെ പുരുഷന്മാരാണോ? ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ പുരുഷന്മാരാണോ? ഇങ്ങനെ സ്ത്രീകളടക്കം പിന്തുണയ്ക്കുന്നത്? രാഹുലെ, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, മൗലികമായ ചോദ്യം. എന്തുകൊണ്ടാണ്? അതെന്റെ പ്രണയമാണ്, എന്റെ ശബ്ദമാണ്, എന്റെ റിലേഷൻഷിപ്പാണ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവ് പൊന്താത്തതിന്റെ കാരണം അധാർമികമായ കാര്യം ഞാൻ ചെയ്തു. കേസ്